ഹായ് ഗൈസ്, ഇന്ന് ഈ ഡ്രാമയുടെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ ഷിയാങ് ബാർബിക്യൂ കഴിച്ചിട്ട് അലർജി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ യൂച്ചാങ് ബുയാങ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് വിചാരിച്ചിട്ട് അവളോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കും. ഇവിടെ ഇവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഷിയാങ്ങിന്റെ ട്രക്ക് എടുത്തിട്ട് ബുയാങ് വളരെ ദേഷ്യത്തോടെ എറിയും. എന്നിട്ട് നീ ഇത്ര ദുഷ്ടനാണോ എന്നവൾ പറയുമ്പോൾ അവൻക്കും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താ പോലെ ഇരിക്കും. രാത്രി ഫുൾ അവൻ ആ പൊട്ടിയ ട്രക്കും എടുത്ത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവന്റെ അയൽവാസിയായ ആന്റി വന്നിട്ട് അവൾക്ക് കഴിക്കാൻ ഫുഡുമായിട്ട് വരും. എന്നിട്ട് അവർ, നിന്റെ ആ പെണ്ണുണ്ടല്ലോ, അവൾ തീരെ ഒരു മനസാക്ഷിയില്ലാത്തവളാണ്, നിന്നെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല, അതുകൂടാതെ അവളുടെ കുഞ്ഞിന് തീരെ വെയ്യ പോലും, ഓൾറെഡി നിന്റെ അമ്മക്ക് തീരെ വെയ്യ, അതിന്റെ കൂടെ നീ എങ്ങനെ ഈ പയ്യനും കൂടി നോക്കുന്നേ? അന്നേരം അവനത്ര ക്രിട്ടിക്കലൊന്നുമല്ല, അവന് അലർജിയുടെ കുഴപ്പമാണെന്ന് പറയും. ഇത് പറഞ്ഞപ്പോഴാണ് അവനക്ക് സത്യം മനസ്സിലായി വന്നത്. അപ്പോ അവളെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നില്ല, കുഞ്ഞിനെ കാണാൻ പോയതായിരുന്നു. ശേഷം അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് അവൻ ഷിയാങ്ങിനോട്, എന്നോടൊന്ന് ക്ഷമിക്കടാ, നിന്നെ ഞാൻ അപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സോറിടാ എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ നന്നാക്കി ആ ട്രക്ക് എടുത്തിട്ട് ഷിയാങ്ങിന് കൊടുക്കും. ശേഷം അവൻ ബുയാൻ വരുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് വേഗം അവിടുന്ന് മാറും. അവിടെ സീനിയറും ബുയാങ്ങിന്റെ കൂടെ ഉണ്ട്. എന്താ ഷിയാങ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ടോയ്സ് വേണമെങ്കിൽ എന്നോട് പറയാൻ, നിനക്ക് എല്ലാം അങ്കിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സീനിയർ അവനെ എടുക്കും. ഇതെല്ലാം വളരെ ഫീലിങ്സോടെ കണ്ടിട്ട് ശരിക്കും ബുയനെ എന്നേക്കാൾ നല്ല ചേർച്ച അവനാണ്, അവന് നല്ല ജോലിയൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കും. അന്നേരം ബുയൻ കയ്യിലെ ട്രക്ക് കണ്ടിട്ട്, അല്ല ഇത് വീട്ടിലുണ്ടായിരുന്നതല്ലേ, ഇതെങ്ങനെ ഇപ്പോ ഇവന്റെ കയ്യിലെത്തിയ? ഒരു പക്ഷെ യൂച്ചൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയുണ്ടായി. അതേസമയം ഇവിടെ ബുയന്റെ അച്ഛൻ, എന്റെ മകളെ എനിക്ക് തിരികെ വിളിച്ചു കൊണ്ടുവരണം എന്ന് ഇവനോട് പറയാണ്. ഈ പയ്യൻ ബുയന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫിലുണ്ടായ മകനാണ്. അവൻ അച്ഛനോട്, അല്ല അച്ഛ, നമ്മളെ ഫാമിലിയെ വിട്ടുപോയവളെ നിങ്ങൾ എന്തിനാണ് തിരികെ വിളിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും അവളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അയാളോട് കയർത്ത് സംസാരിക്കുകയാണ്. അന്നേരം അച്ഛൻ, നീ എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നേ? നീ കാരണം നമ്മുടെ കമ്പനി 6 വർഷം നഷ്ടത്തിലായിരുന്നു. അന്നേരം അവൻ, അത് ഞാൻ കാരണമൊന്നുമല്ല, അവൾ പോയ നാശം കാരണമാണ് സംഭവിച്ചത്, അത് നിങ്ങൾ മറന്നോ? അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അയാളോട് തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇവൻ ബുയനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അവളും യൂച്ചാങ്ങും തമ്മിൽ കല്യാണം കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ട് യൂച്ചാങ്ങിനെ തിരിഞ്ഞ് അവൻ പോകും. എന്നിട്ട് അവനെ കണ്ടിട്ട് അവനോട്, ഇപ്പൊ ഒരു മാച്ച് തുടങ്ങുന്നുണ്ട്, അതിൽ വിൻ ചെയ്താൽ ഒരുപാട് ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെന്താ മുഖം മാറി വന്നതാണോ? നിങ്ങൾ കാരണം ഓൾറെഡി എന്നെ ബാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ തിരിച്ചു വന്നാൽ നിന്നെ അടിച്ച് ഇല്ലാതാക്കുമെന്ന് അവൻ പറയും. അന്നേരം അയാൾ ബുയാങ്ങിന്റെ ഫോട്ടോസ് അവൻ കൊടുത്തിട്ട്, ഈ കമ്പനിയെ കുറിച്ച് അറിയാലോ, ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കണം, അതുകൊണ്ട് മര്യാദയ്ക്ക് മാച്ചിന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. ഇവിടെ ഈ ഫോട്ടോസ് എല്ലാം കണ്ട് യൂച്ചാങ്ങിന് ആകെ ഭയം വരും. അതുകൂടാതെ അവർ അവൻക്ക് 3 ദിവസം ടൈം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അവൻ നന്നായി ആലോചിച്ചിട്ട് അവർക്ക് വിളിച്ചിട്ട്, നിങ്ങളെന്താ എന്നെ അവളുടെ ഫോട്ടോയും വെച്ച് വിരട്ടാണോ? അവളെന്റെ വൈഫൊന്നുമല്ല. അന്നേരം അവൾ നിന്റെ വൈഫാണെങ്കിലും അല്ലെങ്കിലും അവൾ നിനക്ക് എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യും. ഉടനെ അവൻ ബുയാന് കോൾ ചെയ്യും. കോൾ എടുത്ത ഉടനെ അവള്, എന്താ നീ സോറി പറയാൻ വിളിച്ചതാണോ എന്ന് ചോദിക്കും. അന്നേരം അവൻ, അതൊന്നുമല്ല, നാളെ വീട്ടിലേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. ഇവിടെ ഈ പയ്യൻ, അമ്മേ നിങ്ങൾ തല്ലുകൂടല്ലേ, നമുക്ക് യൂച്ചാങ്ങിന്റെ കൂടെ നല്ല രീതിയിൽ നിൽക്കാമെന്ന് പറയും. ഇവന്റെ വർത്താനം കേട്ട് ബുയാനൊന്ന് ചിരിക്കും. ഇവിടെ ഇവൾ ഇവനെ കാണാനായിട്ട് വരികയാണ്. ഇവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്നും പോകാനുള്ള മട്ടിലാണ്. ഇവളെ കണ്ടപാടെ അവൻ, നമുക്ക് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ, നിന്റെ കാശും ഞാൻ തിരിച്ചു തന്നേക്കാം, കൂടാതെ ഈ വീടിന്റെ റെന്റും ഞാൻ അടച്ചോളാം എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്താടാ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം? നീ ഇങ്ങനെ ചെയ്താൽ പെനാൽറ്റിയും കൂടെ പേ ചെയ്യേണ്ടി വരും, അത് നിനക്ക് അറിയില്ലേ? ഓ, നിനക്ക് ഞാൻ പോയാൽ നിന്റെ എക്സ് ഇല്ലേ, ഞാനെന്തിനാ നിങ്ങൾക്കിടയിൽ ഒരു അട്ടയെ പോലെ? നിനക്ക് കുട്ടിയെ വേണമെങ്കിൽ നീ അവനോട് പോയി പറയും. നോക്ക്, പിന്നെ നിനക്ക് നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ജീവിക്കാൻ എന്നെ വെച്ച് കളിക്കണ്ട, ഈ കളിക്ക് നീ വേറെ ആരെങ്കിലും പോയി തേടിക്കോ, എന്നെ കിട്ടില്ല. അന്നേരം അവൾ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഞാനും അവനും ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ്, അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഇത് കേട്ട അവൻ, നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്തായാലും എന്റെ കോൺട്രാക്ട് അവസാനിച്ചു, അത്ര തന്നെ. അങ്ങനെ ആ കാര്യവും പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂച്ചാങ്ങിന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങോട്ട് വീട്ടിലേക്ക് വരും. കൂടെയുണ്ടായിരുന്ന അടുത്ത വീട്ടിലെ ആന്റി, ചേച്ചി നിങ്ങളുടെ മരുമകൾ ആളത്ര ശരിയല്ല, അവളൊരു അഹങ്കാരിയാണ്, അവൾ സിറ്റിയിൽ നിന്നും വന്ന ആളായതുകൊണ്ടാവാം വില്ലേജിലുള്ളവരോടൊക്കെ അവൾക്കൊരു പുച്ഛമാണ്, അതുമാത്രമല്ല അവൾക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയില്ല, തുണി അലക്കാൻ പോലും അറിയില്ല, അവളൊക്കെ ഒരു പെണ്ണാണ് എന്നൊക്കെ അവളെ പറ്റി ഒരുപാട് കുറ്റം ഈ അമ്മക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ യൂച്ചാങ് അമ്മന്റെ അടുത്ത് വന്നിട്ട്, എന്നെ വിളിച്ചുകൂടായിരുന്നോ, ഞാൻ വരില്ലേ? അല്ലേടാ, നീ അപ്പോഴേക്കും കല്യാണം കഴിച്ചോ, വലിയ വീടും വാങ്ങിയോ, ഇതെന്താ എന്നോടൊന്നും പറയാതിരുന്നേന്നും പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടും. അമ്മേ, അങ്ങനെയൊന്നുമില്ല, ഞാനും ബുയാനും തമ്മിൽ ഒന്നുമില്ലെന്ന് അവന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുയാൻ അങ്ങോട്ട് വരും. അവളെ കണ്ട അമ്മ, മോളെ നീയാണോ എന്റെ മരുമകൾ, കാണാൻ എന്തൊരു ഭംഗിയ, എന്തിനാ മോളെ കാശൊക്കെ ചെലവാക്കിയിട്ട് ഈ വീടൊക്കെ വാങ്ങിയ? ശരി, നിങ്ങൾ രണ്ടാൾക്കും ഞാനൊരു വെഡിങ് സെറമണി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ടതും യൂച്ചാങ് വന്നിട്ട്, എന്ത് കല്യാണമോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അമ്മയോട് നോ പറയും. എന്നാൽ ഇത് കേട്ട ബുയാൻ, ഓക്കെ അമ്മേ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് കേട്ടതും അമ്മ, ഇത്രയും വർഷം ഈ ഒരു കാര്യത്തിനായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്നും പറഞ്ഞ് അമ്മ അവർ
രണ്ടാളുടെയും കൈയും തമ്മിൽ ചേർത്ത് പിടിക്കും. അന്നേരം ഇവൻ അമ്മ ഇതൊന്നും വേണ്ട, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മുതൽ നീ അമ്മയെ കുറിച്ചൊന്നും പേടിക്കണ്ട, ഇനി മുതൽ നീ നിന്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളോട് നോക്കുമോളെ, അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചാൽ നീ എന്നോട് പറയേണ്ടി, അവൻക്കുള്ളത് ഞാൻ കൊടുത്തോണ്ടെന്ന് പറയും. അവൻ ഇവളോട് നിനക്കെന്താടി ഭ്രാന്താണോ, നീയല്ല സെലിബ്രേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നത്, എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നീ കോൺട്രാക്ട് അവസാനിപ്പിച്ച് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. ശേഷം അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഡി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ആദ്യം നീ എനിക്ക് ഒരു വെഡിങ് ഷോപ്പിൽ നിന്നും നല്ലൊരു വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്ത് തരണം, പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഷിയാങ്ങിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം, ഇതെല്ലാം നീ നാളേക്ക് ചെയ്യണം എന്ന് പറയും. ഇത് കേട്ട് യൂച്ചാങ് എന്ത് നാളേക്കോ? യൂച്ചാങ് അവളെ ദേഷ്യത്തോടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ആഗ്രഹിച്ചതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട, ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ത് പറ്റില്ലെന്നോ? നോക്ക്, ഞാൻ ആഗ്രഹിച്ചത് നടക്കും വരേക്കും ഞാൻ ഇവിടം വിട്ട് പോകില്ല. അന്നേരം അവനെ മറ്റവർ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യം ആലോചിക്കും. എന്നിട്ട് അവളോട് ഓക്കെ നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം, അതിനുശേഷം നീ ഇവിടുന്ന് പോയിക്കോണം എന്നും പറഞ്ഞ് വെഡിങ് സെറമണിക്ക് അവൻ സമ്മതിക്കും. അങ്ങനെ അവരുടെ സെറമണി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുട്ടികളെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കുട്ടികളെ കണ്ടിട്ട് അമ്മ നിങ്ങളെല്ലാം അവളുടെ കുട്ടിയാണോ? കണ്ടിട്ട് യൂച്ചങ്ങനെ പോലെ ഉണ്ടല്ലോ. അല്ല, കുഞ്ഞുങ്ങളെ റെഡിയാക്കി വെച്ചിട്ട് പെണ്ണും ചക്കനും അകത്ത് എന്തെടുക്കുക, ഒന്ന് വേഗം വാ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഹീറോയെ വെഡിങ് ഡ്രസ്സിൽ കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. ഭൂയാൻ അവന്റെ മൊഞ്ചും നോക്കി വാ പൊളിച്ചു നിൽക്കുകയാണ്. പക്ഷെ അവൻ വലിയ കോപത്തിലാണ്. അവൾ അവന്റെ കൈ പിടിച്ചതും അവൻ കുറുമ്പോടെ അത് തട്ടിമാറ്റും. എന്നാലും എങ്ങനെയൊക്കെ അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ അമ്മ അവൾക്ക് അവരുടെ ഫാമിലിയുടെ പാരമ്പര്യമായ ഫാമിലി ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട് ഇത് ഇനി മുതൽ എന്റെ മരുമകളായ നീ വേണം സൂക്ഷിക്കാൻ എന്നും പറഞ്ഞ് അവൾക്ക് ഇട്ടുകൊടുക്കും. ഉടനെ എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ട് ഇനി കല്യാണ ചെക്കനും പെണ്ണും കൂടെ നല്ലൊരു കിസ് അടിക്കണമെന്ന് പറയും. അന്നേരം ഹീറോ ഹേ അതൊന്നും വേണ്ടെന്ന് പറയും. എന്താടാ നീ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്ന് അവന്റെ ഫ്രണ്ട് പറഞ്ഞതും ഇത് കേട്ട വെള്ളി ഇതെല്ലാം പൂവിന്റെ പണിയല്ല, ഇവളാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, യൂച്ചാങ്ങിന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെള്ളി പറയും. അപ്പോൾ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അപ്പോ ഈ പെണ്ണ് ഇവനെ ഫോഴ്സ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചാണോ കല്യാണത്തിന് നിർബന്ധിച്ചത്, പാവം യൂച്ചാൻ അവനക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും യൂച്ചാൻ അവൾക്ക് നല്ലൊരു കിസ് കൊടുക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങോട്ട് നമ്മുടെ സീനിയർ വരും. പിന്നീട് യൂച്ചാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാൻ ഹാപ്പിയൊക്കെ തന്നെയാണ്. ഓ അതെയോ, കല്യാണത്തെ കുറിച്ചോ അതോ കല്യാണ പെണ്ണിനെ കുറിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവർ അവനെ കളിയാക്കും. അപ്പോൾ അവൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ രണ്ടിലും ഹാപ്പിയാണെന്ന് പറയും. ഓക്കെ ശരി, എന്നാൽ ബ്രൈഡും കിസ് ചെയ്യണം, അവൾക്കും നിങ്ങളുടെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ശേഷം അവളും കിസ് ചെയ്യും. അങ്ങനെ വെഡിങ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് അവൾക്ക് മനസ്സിലാകും എസ്റ്റർഡേ നൈറ്റ് എന്തൊക്കെയോ കാഷ്വലായിട്ട് നടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൾ അവളുടെ ഡ്രസ്സൊക്കെ തപ്പി നോക്കും. അന്നേരം അവൻ എന്താടി ഇനി ഇത് ആദ്യമായിട്ട് സംഭവിക്കും പോലെ, പിന്നെ നോക്കി നീ പറഞ്ഞ പോലെ എല്ലാം തീർന്നു, ഇനി ആ കോൺട്രാക്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, വേഗം അതിൽ സൈൻ ചെയ്യണം, എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. ഇതിനെപ്പറ്റി ഭൂയൻ അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫ്രണ്ട് സൂപ്പർ ഡി, നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ല, ഷിയാങ്ങിനെ നമുക്ക് രക്ഷിക്കേണ്ട, ഇനി നീ അവനെ കുറിച്ച് വേവലാതിപ്പെടണ്ട എന്ന് പറയുമ്പോൾ ഭൂയാൻ ആകെ സാഡായിരിക്കും. അപ്പോ ഫ്രണ്ട് എന്താടി നീ ആകെ സാഡാണല്ലോ, നീ എന്താ അവനെ ലവ് ചെയ്യുന്നുണ്ടോ? ഇത് കേട്ട അവൾ ഹേ ഇല്ലടി, അതാ നിനക്ക് നല്ലത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കണ്ട. ഇവിടെ യൂച്ചാങ് നമ്മുടെ സീനിയറെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ അയാളോട് നിനക്കെങ്ങനെ ഭൂയനെ അറിയാം, നിങ്ങൾ തമ്മിൽ എന്തിനാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം സീനിയറെ ഞാൻ എന്റെ വർക്കിംഗ് സ്പേസിൽ വെച്ച് എന്റെ പേഴ്സണൽ ഇഷ്യൂ സംസാരിക്കാറില്ല, പിന്നെ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലേ, ഇനി വാസ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അതേപറ്റി അയാളോട് ചോദിക്കും. അല്ല നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നല്ലോ, പിന്നെന്തേ രണ്ടാളും ബ്രേക്കപ്പ് ആയേ, ഒരു പക്ഷെ നീ അവളെ ചീറ്റ് ചെയ്തോ, അതാണോ കാരണം എന്നവൻ ചോദിക്കും. അന്നേരം അവൻ അവൾ എന്റെ ഫസ്റ്റ് ലവ്, പിന്നെ എന്റെ വീട്ടിൽ തീരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, അതുപോലെ നിനക്ക് എന്റെ ഫസ്റ്റ് ലവോ, അതിനുശേഷം നീ വേറെ ആരെയും നോക്കിയിട്ടില്ല? ഇല്ല, അവളെയാണ് ഞാൻ സ്നേഹിച്ചത്, വേറെ ആരെയും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അല്ല അതെന്താ നിങ്ങളുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാതിരുന്നേ? നോക്ക് ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, നീ അതിലൊന്നും തലയിടണ്ട, ട്രീറ്റ്മെന്റിന് വന്നാൽ അത് ചെയ്തോണം, വേഗം പോകാൻ നോക്കെന്ന് പറയും. ഷടാ നിങ്ങൾ എന്തൊരു നല്ല പയ്യനാ, നല്ലൊരു ജോലിയുമുണ്ട്, ദേഷ്യപ്പെടുകയുമില്ല, കൂടാതെ ഇപ്പോഴും അവളെ ഇഷ്ടമാണ്, എന്നേക്കാൾ മികച്ചത് അവൾക്ക് ഇവൻ തന്നെയാണെന്ന് അവന് മനസ്സിൽ പറയും. എന്നിട്ട് അവൻ സീനിയറോട് നോക്ക് അവൾ നീ വിചാരിക്കും പോലെയല്ല, ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ, അങ്ങനെയാണ് അവൾ. അത് പറഞ്ഞതും സീനിയർ അവന്റെ മോന്ത കിട്ടുന്നു കൊടുത്തിട്ട് നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യും, അല്ലാതെ അവളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തതെന്ന് പറയും. ഇവിടെ നൈറ്റ് ടൈം ഭൂയാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അയാളെ കണ്ടിട്ട് അവൾ നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അയാളെ നിന്നെ ഒരാൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നീ വേഗം എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. അന്നേരം അവൾ ഹീറോന്റെ അടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് ഷോക്ക് വെച്ച് അയാൾ അടിച്ചിടും. ഉടൻ തന്നെ അങ്ങോട്ട് നമ്മുടെ ഹീറോ വരും. അവനെ കണ്ടതും വളരെ സങ്കടത്തോടെ ആശ്വാസത്തോടെ അവനെ ഹഗ് ചെയ്യും. നീ എന്തിനാ ലേറ്റ് നൈറ്റിൽ ഒറ്റയ്ക്ക് വന്ന് എന്നെ വിളിച്ചു
വിളിച്ചുകൂടായിരുന്നോ? ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യില്ലായിരുന്നോ? നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടി ഞാൻ വരേണ്ടെന്ന് പറയും. ഇല്ലടാ വേണ്ട, നീ അല്ലേ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്, അതോടെ നമ്മുടെ കോൺട്രാക്റ്റും അവസാനിച്ചു. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്ത് വരില്ലെന്ന് അവൾ പറയും. ഓ അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂയാൻ വീട്ടിലെത്തുന്നത് വരെ അവൻ അവളെ ഫോളോ ചെയ്ത് നടക്കും. നമ്മുടെ ഭൂയാന്റെ അനിയനുണ്ടല്ലോ, അവനാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഇവിടെ നമ്മുടെ യൂച്ചാങ് അവളെ വീട്ടിലാക്കിയതിനു ശേഷം അങ്ങോട്ട് പോയിട്ട് നല്ലോണം ഇവർക്ക് നല്ല ഇടി കൊടുക്കും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഇല്ലീഗൽ മാച്ചിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതുപോലെ നീ വിചാരിക്കും പോലെ ഞാനും അവളും ഒന്നുമില്ല, സെപ്പറേറ്റ് ആണ്. അവളെ വെച്ച് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, അവളെ എനിക്ക് ആരുമല്ലെന്ന് പറയും. അപ്പോ അയാളെ ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നീ എന്തിനാ എന്നെ വന്ന് അടിച്ച് ഇത്ര ദേഷ്യപ്പെടുന്നത്? പിന്നെ അവൾ നിന്റെ വൈഫല്ലെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചെന്നുള്ള വാർത്ത ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്കെന്താടാ പ്രശ്നം? നീ കാരണമാണ് എന്നെ 6 വർഷം മുമ്പ് ബോക്സിംഗിൽ നിന്നും ബാൻ ചെയ്തത്. ഇപ്പൊ വീണ്ടും നീ ഇങ്ങനത്തെ ഇല്ലീഗൽ മാച്ചിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കും. അന്നേരം അവൻ ഞങ്ങളുടെ കമ്പനിയെ പറ്റി നിനക്കറിയില്ലേ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ടേ വിടൂ. ഒരു പക്ഷെ ആ മാച്ചിൽ നീ വിജയിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നവും ക്ലിയർ ചെയ്തിട്ട് പിന്നെ നീ ബോക്സിംഗിൽ വരേണ്ടതേ ഇല്ല. അതെല്ലാത്തിനുമാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവൻ അവിടുന്ന് പോകും. ശേഷം ഇവിടെ ബുയാനെ ആരാടാ അവരൊക്കെ, നീയുമായി അവരെന്താ പ്രശ്നം? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. നീ ആദ്യം ഈ വീട് വിട്ട് എപ്പോ പോകുമെന്ന് പറ. നീ എന്തൊക്കെയോ എന്നിൽ നിന്നും മറക്കുന്നുണ്ട്. നീ എനിക്കും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എനിക്കറിയാം. പറടാ എന്താ പ്രശ്നമെന്ന് അവൾ അവനോട് വീണ്ടും വീണ്ടും ചോദിക്കും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. എന്തടി നിനക്ക് എന്റെ മേൽ ഇൻട്രസ്റ്റ് കൂടിയോ? എന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ലേ നിനക്ക്? ആർക്ക് വേണം നിന്നെ? ഞാൻ ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. ഇവിടെ യൂച്ചങ്ങ് ഭൂവിന്റെ ബ്രദറിനെ പിടിച്ചോണ്ട് വന്ന് കാറിലിട്ടിട്ട് ഒന്നെങ്കിൽ നീ ജീവനോടെ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് കാർ സ്പീഡിൽ വിട്ട് അവനെ പേടിപ്പിക്കും. അവനാകെ പേടിച്ച് എന്നോട് ക്ഷമിക്കളിയാന്ന് പറഞ്ഞ് കാൽ പിടിക്കും. അന്നേരം അവൻ എന്ത് അളിയനോ? അതെ എന്താ അറിയില്ലേ, എന്റെ സിസ്റ്ററാണ് ഭൂയാൻ. ഞങ്ങളുടെ ഫാമിലിയുടെ മുതൽ പെണ്ണാണ് അവൾ. 6 വർഷം മുമ്പേ എന്റെ അച്ഛൻ അവളെ വീട് വിട്ട് പുറത്താക്കിയതാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോ ആകെ കൺഫ്യൂഷനായി നടക്കുകയാണ്. അപ്പോഴേക്കും മറ്റവന്റെ ആളുകൾ പിറകിൽ നിന്നും വന്ന് അവനെ അടിക്കാൻ തുടങ്ങി. നിനക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെയും നിന്റെ സിസ്റ്ററിനെയും ആ 2 കുട്ടികളെയും ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നല്ലോണം തല്ലിച്ചതച്ചു വിടും. അങ്ങനെ വീട്ടിലെത്തിയ യൂച്ചാങ്ങിനെ കണ്ട് ബുയാനാകെ പേടിച്ചിട്ട് എന്താടാ ഇതൊക്കെ, എന്താ പറ്റിയത് നിനക്ക്? മുഖത്തൊക്കെ ആകെ ബ്ലഡ് ആണല്ലോ, നിന്നെ ആരാ അടിച്ച്? എന്നിട്ട് അവനെ തൊട്ടു നോക്കിയിട്ട് നിനക്ക് പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെഡിസിൻ എടുത്തു കൊടുക്കും. അന്നേരം അവനത് വളരെ ദേഷ്യത്തോടെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവളെയും തട്ടിമാറ്റും. അവൾക്ക് നേരെ ഒരു കാർഡ് വെച്ച് നീട്ടിയിട്ട് ഇതാ ഇതിലുണ്ട് നിന്റെ എല്ലാ പണവും, ഇതും വാങ്ങിയിട്ട് വേഗം ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോകാൻ നോക്ക് എന്ന് പറയും. ഇതെല്ലാം കേട്ട് വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ഭൂയാൻ മക്കളെയും കൂട്ടി അവിടുന്ന് പോകാൻ നിൽക്കും. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഭൂയാൻ കാരണമാണോ യൂച്ചാങ്ങിന് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവളുടെ ബ്രദർ കാരണമാണോ എന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഞാൻ ഇടുന്ന ഓരോ എപ്പിസോഡുകൾ കാണാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.